മനുഷ്യൻ. അയാളിൽ നിന്ന് പ്രവാചകൻ കടം വാങ്ങി. പ്രവാചകൻ അയാളിൽ നിന്ന് 30 വെള്ളി കടം വാങ്ങി. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും അങ്ങനെ കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പ്രവാചകൻ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും സമ്പന്നനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രവാചകൻ നിരവധി ഘട്ടങ്ങളിൽ കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുന്ന ദാരിദ്ര്യവും പ്രയാസവും പ്രവാചകൻ അനുഭവിക്കേണ്ടി വന്നത് മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. സ്വീകാര്യോഗ്യമായ അംഗീകാരയോഗ്യമായ ഹദീസുകൾ മഹദി ആയിഷ പറയുന്നു. മഹാനായ പ്രവാചകന്റെയും അവിടുത്തെ പ്രിയപ്പെട്ട പത്നിമാരുടെയും വീടുകളിലെ ആഴ്ചകളോളം മാസങ്ങളോളം ഒരു പ്രാവശ്യം ചന്ദ്രൻ ഉദിച്ചു, ആ ചന്ദ്രൻ അസ്തമിച്ചു, വീണ്ടും ചന്ദ്രൻ ഉദിച്ചു, ആ ചന്ദ്രനും അസ്തമിച്ചു, മൂന്നാമത്തെ ചന്ദ്രൻ ഉദിച്ചു. ഈ കാലം വരെ, അതായത് 2 മാസം പൂർത്തിയായി 3-ാമത്തെ മാസം തുടങ്ങുന്നത് വരെ മഹാനായ പ്രവാചകന്റെ വീട്ടിൽ തുടർച്ചയായിട്ട് തീ പുകഞ്ഞിട്ടില്ലാത്ത കാലങ്ങളുണ്ട്. 3 മാസം 2 മാസം പൂർത്തിയായി 3-ാമത്തെ മാസത്തിന്റെ ആരംഭം വരെ ലോകത്തെ കോടാനുകോടി വിശ്വാസികളുടെ ചങ്കില ചോരയായ ജീവന്റെ തുടിപ്പായ കരളിന്റെ കാതലായ വിശുദ്ധ ഖുർആൻ ഏറ്റുവാങ്ങിയ ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ വിപ്ലവത്തിന്റെ വീരഗാഥ സൃഷ്ടിച്ച മഹാനായ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് 2 മാസം തുടർച്ചയായിട്ട് 3-ാമത്തെ മാസത്തിന്റെ ആരംഭം വരെ തീ പുകയാതിരുന്നിട്ടുണ്ട്. ആ ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തിയാണ് പ്രവാചകൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്, ആദ്യത്തെ ഖലീഫയായ അബൂബക്കറിന് ഒരാടിനെ ആരോ കൊടുക്കുകയുണ്ടായി. ആ ആടിന് പട്ടിണിയും വിഷമവും കാരണം അടുത്തു. ആ ആടിന്റെ കാൽഭാഗം പ്രവാചകന്റെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടു. ഉർവ എന്ന് പറയുന്ന പ്രവാചക അനുയായിയാണ് അത് കൊണ്ടുപോയത്. അത് വീട്ടിലെത്തുമ്പോൾ അത് ഇരുട്ടത്ത് വെച്ച് മഹാനായ പ്രവാചകന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ ഇരുട്ടത്ത് വെച്ചിട്ട് അത് വൃത്തിയാക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുന്നു, അല്ല, ഇവിടെ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലേ? അന്ന് ഒലിവെണ്ണ കൊണ്ടാണ് വിളക്ക് കത്തിക്കുന്നത്, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ പറയുന്നു, അങ്ങനെ ഒരു അല്പം എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കഠിനമായ ഘട്ടത്തിൽ ആ എണ്ണ ഞങ്ങൾ കുടിക്കുമായിരുന്നല്ലോ, കഴിക്കുമായിരുന്നല്ലോ. എത്രയോ ദിവസങ്ങളായി വീട്ടിൽ എണ്ണയില്ല, അതുകൊണ്ട് ഈ വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ടില്ല. ലോകത്തിന്റെ മൊത്തം പ്രകാശമെന്ന് വിശേഷിപ്പിച്ച ജ്വലിക്കുന്ന ദീപം, ഒരിക്കലും കെട്ടുപോകാത്ത ജ്വലിക്കുന്ന ദീപമെന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ആ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്ത കാലമുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് വായിക്കണം. കഴിഞ്ഞ മാസം കാസർഗോഡ് ഒരു കല്യാണം നടന്നു. ഒരു മുസ്ലിം സമ്പന്നന്റെ മകളുടെ കല്യാണം. ചേർത്ത് വായിക്കണം. എന്തായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മളോട് ഇരിക്കുന്നത്. കല്യാണം നടന്നു. 1000 പവൻ, 8 കിലോ സ്വർണം മോൾക്ക്. വീടിന്റെ മുമ്പിൽ കയറുന്നിടത്ത് 2 BMW കാർ വൃത്തിയാക്കി അങ്ങനെ ഇട്ടേക്ക് കാണും. മാലയൊക്കെ ഇട്ടിട്ട് ശരിയാക്കി. 1000 പവൻ, 8 കിലോ. പെണ്ണ് കഴുത്തിലിട്ടിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 8 കിലോ സ്വർണം. അതേ കാര്യം നടന്ന അതേ കാസർഗോഡ് ജില്ലയില് അതിന് തൊട്ടു മുമ്പ് നടന്ന ഒരു കല്യാണത്തിൽ ബ്ലൗസിൽ മാത്രം തുന്നിപ്പിടിപ്പിച്ചത് 35 പവൻ. അതിനോട് ചേർത്ത് വേറൊരു കല്യാണം, ഒരു സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ മോളെ കല്യാണം. ആ കല്യാണത്തിന് നിശ്ചയിച്ചതിന്റെ അടുത്ത ദിവസം എല്ലാ പത്രങ്ങളുടെയും ജില്ലാ എഡിഷനിൽ പരസ്യം, ഇത്രാം തീയതി എന്റെ മോളുടെ കല്യാണമാണ്. അന്ന് ഈ മഹല്ലുകളിൽ, കുറെ മഹല്ലിന്റെ പ്രസിഡന്റാണ്, ഈ മഹല്ലുകളിൽ എവിടെയും വേറെ കല്യാണം നടക്കാതിരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മോളെ കല്യാണം നടത്തി. ഭക്ഷണത്തിന് മാത്രം 25 ലക്ഷം രൂപ. ഭക്ഷണത്തിന് മാത്രം 25 ലക്ഷം രൂപ. ഏത് പ്രവാചകന്റെ അനുയായിയായത്? 3 മാസം തുടർച്ചയായിട്ട്, 2 മാസത്തിലധികം തുടർച്ചയായിട്ട് വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ലാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എപ്പോഴും പ്രാർത്ഥിച്ചത് അഭിവന്ദ്യനായ സ്വാമിജിയുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകം പറയുകയാണ്, മഹാനായ പ്രവാചകൻ ഒരിക്കലും എന്നെ സമ്പന്നനാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. പ്രവാചകൻ പ്രാർത്ഥിച്ചത് മൊത്തം അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഗദം ഫീ സുംറത്തിൽ മസാകിൻ. അല്ലാഹുവേ, എന്നെ നീ മിസ്കീനായിട്ട് ജീവിതത്തിൽ അത്യാവശ്യങ്ങൾ മാത്രം നടക്കാനുള്ള സൗകര്യങ്ങളുള്ളവൻ, ഒരിക്കലും ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ സൗകര്യമില്ലാത്തവൻ, അതാണ് മിസ്കീൻ എന്ന് പറയുന്നത്. എന്നെ നീ മിസ്കീനായി ജീവിപ്പിക്കണം, മിസ്കീനായി മരിപ്പിക്കണം. നാളെ നിന്റെ സമക്ഷത്തിൽ മിസ്കീന്മാരെ, ദരിദ്രരെ, പാവപ്പെട്ടവരെ നിർത്തുമ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും നീ നിർത്തണം എന്ന് പ്രാർത്ഥിച്ച പ്രവാചകന്റെ അനുയായികളുടെ മോളെ കല്യാണത്തിന് 8 കിലോ സ്വർണവും 2 BMW ഇത് നടക്കുക. ഇപ്പൊ കല്യാണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? കല്യാണം എന്ന് പറഞ്ഞപ്പോ എന്താ അവസ്ഥ? കല്യാണത്തിന്റെ അന്ന് കല്യാണം യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ കല്യാണം എന്താ? ഇസ്ലാമിക വീക്ഷണത്തിൽ വിവാഹം എന്താ? ബിരിയാണിയാണോ? മട്ടൻ ബിരിയാണിയാണോ മക്കളെ? ചിക്കൻ ബിരിയാണിയാണോ? പൊരിച്ച കൊതിയൂറുന്ന മണമുള്ള കൊഞ്ച് പൊരിച്ചത്, ചെമ്മീൻ പൊരിച്ചത് കൊണ്ട് മുന്നിൽ വെച്ചിട്ടുള്ള ഭക്ഷണമാണോ? എന്താ ഇസ്ലാമിക വീക്ഷണത്തിലെ കല്യാണം? ഇതിന് വല്ല പ്രാധാന്യമുണ്ടോ? പെണ്ണിന്റെ ഉപ്പ അങ്ങോട്ട് നിൽക്കുന്നു, പെണ്ണിന്റെ ഉപ്പ അങ്ങോട്ട് ഇരിക്കുന്നു, പെണ്ണിന്റെ വാപ്പ പുതിയാപ്പിള ഇവിടെ ഇരിക്കുന്നു, വരൻ എന്നിട്ട് കയ്യിൽ പിടിക്കുന്നു, 2 പേര് സാക്ഷികളായിട്ട് നിൽക്കുന്നു. എന്റെ മകളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നു, ഒരൊറ്റ മാനദണ്ഡം, നിങ്ങൾ എന്റെ മകൾക്ക് ഇങ്ങോട്ട് കൊടുക്കുന്ന വിവാഹ മൂല്യം മഹർ, ഇങ്ങോട്ട് കൊടുക്കുന്നത് അങ്ങോട്ടല്ല. അങ്ങോട്ട് കൊടുക്കുന്ന ലക്ഷങ്ങളുടെ പോക്കറ്റ് മണിയെ പറ്റി ചർച്ചയില്ല. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപ പോക്കറ്റ് മണി കൊടുക്കുകയും വിലപിടിപ്പുള്ള കാർ കൊടുക്കുകയും ജുവലറി അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ഏക്കർ കണക്കിന് തെങ്ങിൻ തോപ്പ് കൊടുക്കുകയും റബ്ബർ എസ്റ്റേറ്റ് കൊടുക്കുകയും ഇതൊന്നും ഇസ്ലാമിലുള്ളതല്ല. ഇത് ഇസ്ലാമിന്റെ ശാപമാണ്. ഇതിന് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. കല്യാണ ചന്തയിൽ കാളക്കൂറ്റന്മാരെ പോലെ, മാർക്കറ്റിലെ കാളക്കൂറ്റന്മാരെ പോലെ ഈ ഇരിക്കുന്ന പാവപ്പെട്ട കൊച്ചുമക്കളെ, ചെറുപ്പക്കാരെ കൊണ്ടുപോയി കല്യാണ ചന്തയിലെ കാളക്കൂറ്റന്മാരെ പോലെ, മാർക്കറ്റിലെ കാളക്കൂറ്റന്മാരെ പോലെ ഇവർക്ക് വില പറയുന്ന മാതാപിതാക്കന്മാർ ചെയ്യുന്നത് നിഷിദ്ധമായ കാര്യമാണ്, തെറ്റായ കാര്യമാണ്. ഇസ്ലാം അനുവദിക്കുന്നില്ല. ഞാൻ എന്റെ വേദികളിൽ പലയിടത്തും സ്ത്രീധനം എന്ന പിശാചിനെതിരെ പ്രസംഗിച്ചിട്ട് ചെറുപ്പക്കാരോട് സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കാൻ തയ്യാറുള്ള കൈപൊക്കു മക്കളെ എന്ന് പറയുമ്പോ 100 കണക്കിന് ചെറുപ്പക്കാർ ആവേശത്തോടെ കൈപൊക്കി പ്രതിജ്ഞ എടുക്കുന്ന അനുഭവങ്ങൾ എന്റെ വേദികളിൽ ഉണ്ടാകാറുണ്ട്. അത് പറഞ്ഞോണ്ട് മക്കളെ പോകണ്ട, കേട്ടോ. അതിപ്പോ പറയും 12 പേരും കൈ പോകണ്ട, പറഞ്ഞാൽ പൊക്കുന്ന് എനിക്കറിയാം. കല്യാണം, അതിന്റെ പേരിൽ എന്താ കല്യാണം? കയ്യിൽ പിടിക്കാൻ മഹർ, വിവാഹ മൂല്യം, അത് പറയണം. ലോകത്തെവിടെ നടക്കുന്ന കല്യാണത്തിലും ഒരു മുസ്ലിം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നെങ്കിൽ പെണ്ണിന് അങ്ങോട്ട് കൊടുക്കുന്ന വിവാഹ മൂല്യം എന്താ? പെണ്ണിന് അങ്ങോട്ട് കൊടുക്കുന്നത് അതാ പറയുന്നത്. ഞാൻ 10 പവൻ സ്വർണം പെണ്ണിന് അങ്ങോട്ട് വിവാഹ മൂല്യം മഹർ കൊടുക്കാം, അല്ലെ 5 പവൻ സ്വർണം, ഇല്ലെങ്കിൽ 1 പവൻ സ്വർണം, ഇല്ലെങ്കിൽ 1 ഗ്രാം സ്വർണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. പക്ഷെ ഇന്ന് പറയുന്നത് എന്താ? സ്ത്രീക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല, സ്ത്രീക്ക് യാതൊരു അംഗീകാരമില്ല ഇസ്ലാമില്. ഇസ്ലാമിൽ സ്ത്രീ വളരെ വില കുറഞ്ഞ തിരക്കാണ്. ഇപ്പൊ നമ്മളെ ഇന്ത്യ വിഷൻ ഏഷ്യാനെറ്റിലൊക്കെ ഓൺ ചെയ്ത ചർച്ചയാണ് ചർച്ച. മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നം അവർക്ക് വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീ നേരിടുന്ന സ്വാതന്ത്ര്യമില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ ഏഷ്യാനെറ്റ് മണിക്കൂറുകളോളം ചർച്ച വെക്കുകയാണ്. നിങ്ങളോട് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ ഏഷ്യാനെറ്റിന്? അതേപ്പറ്റിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, അതേപ്പറ്റിയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. സാമ്രാജ്യത്തിന്റെ ഏജന്റുമാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങളെ പറ്റി ഞാൻ പറയാതെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അറിയാം. കാരണം ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ വിപത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഞാൻ. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഞാൻ. രക്തസാക്ഷിയായതുപോലെ ഞാനത് അനുഭവിക്കേണ്ടി വരുന്നതുപോലെ വേറെ ആരെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ചെയ്യാത്ത കുറ്റത്തിൽ അങ്ങോട്ട് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, അതൊന്നും പറയാനുള്ള സ്ഥലമല്ല ഇതുകൊണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നന്നായിട്ട് വിശ്വാസിക്ക് പ്രതിസന്ധികൾ പുത്തരിയല്ല എന്ന് പറഞ്ഞ് ആ സംഭവം നടന്ന സൂഫിയാക്ക് ജാമ്യം കിട്ടിയതിന്റെ 3ാമത്തെ ദിവസം തൃശ്ശൂർ മാളയില് ഞാൻ പ്രസംഗിച്ച മുഹറം 10 പ്രസംഗിച്ച ഒരു CD കുട്ടികൾ ഇവിടെ